ചില ക്ഷേത്രങ്ങളിൽ മറ്റു ക്ഷേത്രങ്ങളിലില്ലാത്ത ചില ആചാരാനുഷ്ഠാനങ്ങൾ കാണാം. അത് അവിടുത്തെ മൂർത്തി സങ്കല്പത്തിന്റെ പ്രത്യേകതയോ ആ പ്രദേശവുമായി ബന്ധപ്പെട്ട ചില ഐതിഹ്യങ്ങൾ കാരണമോ ഉണ്ടായിരുന്നതായിരിക്കാം. അതുകൊണ്ട് തന്നെ അത്തരം ആചാരാനുഷ്ഠാനങ്ങളെ പൊതുതത്വം കൊണ്ട് അളക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം ദീപാരാധന കാഴ്ചയ്ക്കായി. നമോ നമസ്തേ സരസ്വതി. ഇന്ന് തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നും അനന്തപുരിയിലെ കൊട്ടാരക്കെട്ടുകളിലേക്ക് ഒരു കാലഘട്ടത്തിലെ രാജവാഴ്ചകളുടെ കഥകൾ പറഞ്ഞുകൊണ്ട് അതിരുകളില്ലാത്ത ഒരു കാറ്റ് സദാ വീശിക്കൊണ്ടേയിരിക്കുന്നു. കൊട്ടാരക്കെട്ടുകൾക്ക് മുന്നിലെ മരങ്ങളുടെ ഇലകളിലുരുമ്മി കാറ്റ് ചരിത്രകഥകൾ പറയുമ്പോൾ നൂറ്റാണ്ടുകളുടെ രാജകഥകൾക്ക് സാക്ഷ്യം വഹിച്ച വൃക്ഷങ്ങളുടെ ഉൾക്കാഴ്ചകളിൽ രാജസദസ്സുകൾ ഉണരുകയായി. അതുകൊണ്ട് തന്നെ ഒരു കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൻ്റെ മണ്ണായിരുന്ന കന്യാകുമാരി ജില്ലയിലെ ശുചീന്ദ്രത്തിൽ നിന്നും എല്ലാ വർഷവും അനന്തപുരിയിലേക്ക് എത്തുന്ന നവരാത്രി ഘോഷയാത്ര ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു ആത്മീയ ഉത്സവം മാത്രമല്ല, ഗൃഹാതുരതയുടെ ആനന്ദോത്സവം കൂടിയാണ്. നൂറ്റാണ്ടുകളായി നടത്തിവരുന്ന ഈ നവരാത്രി ഘോഷയാത്രയ്ക്ക് ഇന്നും ഭൂമിശാസ്ത്രത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും അതിരുകളില്ലാതെ രാജകീയ വരവേൽപ്പോടുകൂടി തന്നെ രണ്ട് സംസ്ഥാനങ്ങളിലായി വേർതിരിഞ്ഞ് ജീവിക്കേണ്ടി വരുന്ന ഇവർ ഒരുമിച്ച് ആഘോഷിച്ച് ആത്മീയ നിർവൃത്തി അടയുന്നു. പത്മനാഭപുരം കൊട്ടാരത്തിലെ തേവാരക്കെട്ടിൽ നൂറ്റാണ്ടുകളായി സൂക്ഷിച്ചിരുന്ന സരസ്വതി വിഗ്രഹത്തിനെയാണ് ശ്രീ പത്മനാഭ ക്ഷേത്രത്തിൻ്റെ കിഴക്കുവശത്തുള്ള ചൊക്കിട്ട മണ്ഡപത്തിലേക്ക് എത്തിക്കുന്നത്. ചൊക്കിട്ട മണ്ഡപം നവരാത്രിക്ക് സരസ്വതി ക്ഷേത്രമായി മാറുന്നു. ആനപ്പുറത്തേറി വരുന്ന സരസ്വതി ദേവിക്കൊപ്പം വെള്ളിക്കുതിരപ്പുറത്ത് കുമാരസ്വാമിയും പല്ലക്കിൽ 300 ദേവിയും വരുന്നുവെന്നാണ് മറ്റൊരു പ്രത്യേകത. സരസ്വതി വിഗ്രഹം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കമ്പരാമായണം എഴുതിയ കമ്പര് ആരാധിച്ചു പോന്ന വിഗ്രഹമായിരുന്നു അത്രേ. കമ്പരുടെ കയ്യിൽ നിന്നും വിഗ്രഹം ചോള രാജാക്കന്മാരിൽ എത്തിച്ചേരുകയും പിന്നീടത് തിരുവിതാംകൂർ രാജാക്കന്മാർ സ്വന്തമാക്കുകയും ചെയ്യുകയായിരുന്നു. മാർത്താണ്ഡവർമ്മ പത്മനാഭപുരം കൊട്ടാരത്തിലെ തേവാരക്കെട്ടിലെ ദേവിയായി പ്രതിഷ്ഠിച്ചാരാധിച്ചിരുന്ന സരസ്വതി ദേവിയെയും സ്വന്തം രാജ്യത്തെയും ശ്രീപത്മനാഭന് മുന്നിൽ സമർപ്പിക്കുകയായിരുന്നുവല്ലോ. അതുകൊണ്ട് തന്നെയാണ് എല്ലാ വർഷവും നവരാത്രി നാളുകളിൽ ദേവി പത്മനാഭന് മുന്നിൽ എത്തുന്നതും. ദൈവഹിതങ്ങളെ മറികടക്കുവാൻ ഒരധികാരങ്ങൾക്കും അധിനിവേശങ്ങൾക്കും കഴിയില്ലല്ലോ. അങ്ങനെ നൂറ്റാണ്ടുകളായി അനന്തപുരിയിലെ മക്കൾക്ക് ദർശനപുണ്യമായി ദേവി എഴുന്നള്ളുന്നു. അനന്തപുരിയിലെ നവരാത്രി ആഘോഷങ്ങൾ തുടങ്ങുന്നത് പോലും കേരള മണ്ണിലേക്ക് ഘോഷയാത്ര സ്പർശിക്കുമ്പോൾ മുതലാണ്. വേളിമല കുമാരകോവിലിൽ നിന്നാണ് കുമാരസ്വാമിയെ വെള്ളിക്കുതിരപ്പുറത്ത് കൊണ്ടുവരുന്നത്. ശുചീന്ദ്രത്തിൽ നിന്നും 300 പല്ലക്കിലേറി അങ്ങനെ 3 ദൈവങ്ങളെയും തോളിലേറ്റി ഭക്തജനങ്ങൾ നൂറ്റാണ്ടുകളായി തുടരുന്ന ഒരു ആത്മീയ സംസ്കാരം നിലനിർത്തുന്നതിനായി ഏകതാളത്തിൽ ലയിച്ചു ചേർന്ന് ജന്മനിയോഗങ്ങളുടെ കൂടിച്ചേരലുകളാകുന്ന ഈ യാത്രയെ വരവേൽക്കുവാനായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് തമിഴ്നാട് മുതൽ കേരളം വരെയുള്ള ഘോഷയാത്രാ വേദികളിൽ കാത്തു നിൽക്കുന്നത്. ശുചീന്ദ്രത്തിൽ നിന്ന് തുടങ്ങുന്ന ഘോഷയാത്ര പാറശാല കഴിഞ്ഞ് നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് അവിടെ നിന്ന് നേമത്തെത്തിച്ചേരുമ്പോൾ ഘോഷയാത്രയ്ക്ക് കേരള ഗവൺമെൻറ്റും മറ്റധികാരികളും ചേർന്ന് ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിക്കുന്നു. തുടർന്ന് ഘോഷയാത്ര കരമനയിലെത്തുമ്പോൾ രാജവാഴ്ചയുടെ സർവ്വപ്രതാപങ്ങളും നിലനിർത്താനെന്ന പോലെ കുതിരകളുടെ അകമ്പടിയോടുകൂടി പോലീസ് സേനയും പ്രധാനപ്പെട്ട അധികാരികളും ആയിരക്കണക്കിന് ഭക്തജനങ്ങളും ഘോഷയാത്രയിൽ പങ്കുചേരുന്നു. തുടർന്ന് രാജപ്രതിനിധിയായി നിൽക്കുന്നയാൾ മാർത്താണ്ഡവർമ്മയുടെ ഉടവാളുമേന്തി ഘോഷയാത്ര പൂർവാധികം ഗംഭീരമായി ചൊക്കിട്ട മണ്ഡപത്തിലേക്ക് നയിക്കുന്നു. ഇവിടെ 2 സംസ്ഥാനങ്ങൾ ഒരു രാജ്യമാകുന്നു. അനന്തപുരിയുടെ വീഥികൾ രാജവീഥികളുമാകുന്നു. നവരാത്രി ഘോഷയാത്രയിൽ വേളിമലയിൽ നിന്ന് വെള്ളിക്കുതിരപ്പുറത്തേറി വരുന്ന കുമാരസ്വാമിക്ക്
ചൊക്കിട്ട മണ്ഡപത്തിൽ നിന്ന് സരസ്വതി ദേവി നവരാത്രി പൂജ കഴിഞ്ഞ് മടങ്ങും വരെ ഇവിടെയാണ് ഇരിപ്പിടം. सरस्वती नमोस्तुते सरस्वती नमोस्तुते കുമാരസ്വാമിയെ വരവേൽക്കുവാനായി വാത്സല്യാമൃത വർഷിണിയായി ആര്യശാല ദേവി ഇരിക്കുന്നുവെന്നാണ് വിശ്വാസം. കാരണം ദേവിക്ക് കുമാരസ്വാമി മകനെ പോലെയാണ്. വെള്ളിക്കുതിരയെ പുറത്തിരുത്തി ഭക്തജനങ്ങൾക്ക് ദർശനമേകി കുമാരസ്വാമിയെ ദേവിക്ക് മുന്നിൽ പൂജയ്ക്കായി എടുക്കുന്നതോടുകൂടി ആര്യശാല ദേവീക്ഷേത്ര ദർശനം ഈ നവരാത്രി കാലത്ത് ഭക്തജനങ്ങൾക്ക് ദേവിയുടെയും ദേവന്റെയും ദർശന പുണ്യവും സകല സൗഭാഗ്യങ്ങളും നൽകുന്നു. सरस्वती नमोस्तुते शारद सोमसमानमुखी സദാ പുഞ്ചിരി തൂകി അമൃതമായ സ്നേഹത്തിന്റെ സ്വരൂപമായി നിൽക്കുന്ന ദേവിക്ക് മുന്നിൽ കുമാരസ്വാമി എത്തുന്നതോടുകൂടി ദേവി കടലോളമുള്ള തന്റെ മാതൃസ്നേഹമാണ് കുമാരസ്വാമിക്ക് പകർന്നു നൽകുന്നത്. ദേവിയും കുമാരസ്വാമിയും അമ്മയും മകനുമായി വിരാജിക്കുന്ന ഈ ദിവ്യമുഹൂർത്തത്തിൽ ഇവിടുത്തെ സർവ്വചരാചരങ്ങളിലും വാത്സല്യം കിനിയുന്നു. അങ്ങനെ നവരാത്രി ആഘോഷങ്ങളിൽ ആര്യശാല ദേവീക്ഷേത്രവും കുമാരസ്വാമിയുടെ ദിവ്യ ചൈതന്യത്താൽ നിറഞ്ഞു നിൽക്കുന്നു. ചൊക്കിട്ട മണ്ഡപത്തിൽ സരസ്വതി ദേവിയെ ഇരുത്തി ആര്യശാല ദേവീക്ഷേത്രത്തിൽ കുമാരസ്വാമിയെയും എത്തിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ചെന്തിട്ട ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് യാത്ര. ഇവിടെ പല്ലക്കിൽ എഴുന്നള്ളുന്ന 300 നങ്കയെയും എത്തിക്കുന്നതോടുകൂടി അനന്തപുരി പൂർണ്ണമായും നവരാത്രി ആഘോഷങ്ങളിലേക്ക് ലയിച്ചു ചേരുന്നു. ദക്ഷിണ തിരുവിതാംകൂറിൽ കളമെഴുത്ത് പാട്ടിന് ചൊല്ലാറുള്ള ഭദ്രാവതാരം പാട്ടിൽ ചെന്തിട്ട വാഴുന്ന അമ്മയെ പ്രകീർത്തിക്കുന്നുണ്ട്. ദേവി ശരണം പോകുന്നവരെയെല്ലാം സന്തുഷ്ടയായി അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു. പൂമരത്തിലെ പൂമണം വീശുന്ന മന്ദമാരുതൻ ഭക്തജനങ്ങളെ തിരുസന്നിധിയിലേക്ക് ആകർഷിക്കുന്നു. ഇങ്ങനെയുള്ള പാട്ടിലെ ആശയസമ്പുഷ്ടമായ ശീലുകൾ ചെന്തിട്ട ക്ഷേത്രത്തിൻ്റെ പൗരാണികതയെയും ശക്തി ചൈതന്യത്തെയും വിളിച്ചറിയിക്കുന്നതാണ്. വിജയദശമി ദിനത്തിൽ ചൊക്കിട്ട മണ്ഡപത്തിൽ നിന്നും സരസ്വതി ദേവിയെ പൂജപ്പുര മണ്ഡപത്തിലെത്തിച്ച് ആരാധന നടത്തുന്നു. ഇവിടെ പ്രശസ്തമായ നവരാത്രി സംഗീതാർച്ചനയും നടത്തുന്നു. നവരാത്രി കഴിഞ്ഞ് ഒരു ദിവസത്തെ വിശ്രമത്തിന് ശേഷം ദ്വാദശിയിലാണ് ദേവി തിരികെ പത്മനാഭപുരത്തെ തേവാരക്കെട്ടിലേക്ക് യാത്ര തിരിക്കുന്നത്. അന്ന് അനന്തപുരിയിലെ ഭക്തജന ഹൃദയങ്ങൾ തിരികെ പോകുന്ന തങ്ങളുടെ സ്വന്തം ദേവിയെ ഉള്ളിലെ സങ്കടങ്ങൾ ഒതുക്കി യാത്രയാക്കുന്നു. തിന്മയുടെ മേൽ നന്മയുടെ വിജയം കൈവരിക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനം കുറിക്കുമ്പോൾ അടുത്ത നവരാത്രിയെ വരവേൽക്കുവാനുള്ള കാത്തിരിപ്പുമായി അനന്തപുരിയും ധ്യാനത്തിലാവുന്നു. ഒരിക്കൽ ഒരു രാജ്യമായിരുന്ന ഭൂപ്രകൃതി ഇന്ന് 2 സംസ്ഥാനങ്ങളായി വേർതിരിയുമ്പോഴും 2 നാടുകളിലും വീശുന്ന കാറ്റ് ഒന്നു തന്നെയാണ്. എന്ന് വേണ്ട, ഈ ഭൂമിയിലെ ആകാശവും നക്ഷത്രങ്ങളും ഒന്നു തന്നെയാണ്. അങ്ങനെ ഏകതയുടെയും ഏകലോകത്തിൻ്റെയും സന്ദേശം കൂടിയാണ് ശുചീന്ദ്രത്തു നിന്നും അനന്തപുരിയിലേക്ക് കടന്നുവരുന്ന സരസ്വതി ദേവിയും കുമാരസ്വാമിയും 300 നങ്കയും നമുക്ക് പകർന്നു നൽകുന്നത്. नमो नमस्ते सरस्वती
ചൈതന്യത്താൽ അനുഗ്രഹീതമായ ഒരു രാത്രി കടന്നു വരികയാണ്. ഏവർക്കും ദുർഗാമാതാവിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി.